രാജ്ഭവനിൽ പിന്നെ ഹമാസ് നേതാക്കളുടെ ചിത്രം വെക്കാൻ പറ്റും? ഹമാസ് നേതാക്കൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഹമാസിന്റെ നേതാക്കന്മാരുടെ ചിത്രം പിടിച്ചുകൊണ്ട് പാലക്കാട് തൃത്താലയിലല്ലേ എഴുന്നള്ളിപ്പ് നടന്നത്? അതിനെ വിമർശിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറ്? MP രാജേഷിന്റെ സ്വന്തം നിയോജക മണ്ഡലമല്ലേ, അദ്ദേഹം അവിടുത്തെ MLA അല്ലേ, VT ബൽറാം അവിടുത്തെ മുൻ MLA അല്ലേ? VT ബൽറാം അതിനെ ന്യായീകരിച്ചിട്ടാണല്ലോ വന്നത്. MP രാജേഷ് അതിനെതിരായിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തുന്ന സമയത്ത് വിവാദമുണ്ടാക്കുന്ന ആളുകൾ ഹമാസ് തീവ്രവാദികളുടെ ചിത്രം പേറിക്കൊണ്ട് ഇവിടെ പ്രകടനം നടത്തുന്ന സമയത്തും അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന സമയത്തും അതിനെ വിമർശിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അതെന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം അത് റോഡിലായാലും ഏത് പ്രദേശത്തായാലും വെച്ചാൽ അതിനെ വിമർശിക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കട്ടെ. തൃത്താലയുടെ MLA അല്ലേ MP രാജേഷ്, തൃത്താലയുടെ മുൻ MLA അല്ലേ VT ബൽറാം പരസ്യമായിട്ട് അതിനെ അനുകൂലിച്ച് രംഗത്ത് വരികയല്ലേ ചെയ്തത്? വിഷയത്തെ മാറ്റാൻ ഞാൻ ചോദിക്കുന്നത്, ഭാരതമാതാവിൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനും ചിത്രം വെച്ചതിനുമെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരുന്ന ആളുകൾ എന്തുകൊണ്ട് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം ഇവിടെ നടന്ന സമയത്ത് അതിനെ വിമർശിക്കാൻ മുന്നോട്ട് വന്നില്ല? നിങ്ങൾ അവരോട് ചോദിക്കണം. ഇതെന്ന് എന്നോട് ചോദിക്കുന്നത് പോലെ അവരോട് ചോദിക്കണം. ഹമാസ് തീവ്രവാദി ശിവൻകുട്ടിയോട് ചോദിക്കണം. തൃത്താലയിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രം വെച്ച് നടന്ന സമയത്ത്, എഴുന്നള്ളത്ത് നടന്ന സമയത്ത് ഈ ശിവൻകുട്ടി എവിടെ പോയി? MP രാജേഷ് എവിടെ പോയി? CPMൻ്റെ നേതാക്കൾ എവിടെ പോയി? CPIയുടെ നേതാക്കൾ എവിടെ പോയി? അവർക്കാർക്കും അന്ന് വിമർശിക്കാനില്ല. അവരെ വിമർശിക്കാൻ തയ്യാറല്ല. അവരുടെ ഈ വിമർശനത്തിന് പിന്നുള്ള വികാരം എന്താണ് ഞങ്ങൾക്കറിയാം. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടം മതമൗലികവാദികളുടെ വോട്ട് ബാങ്കിൽ ലക്ഷ്യമിട്ടിട്ടുകൊണ്ടാണ് അവർ ഭാരതമാതാവിൻ്റെ ചിത്രത്തിലുള്ള പുഷ്പാർച്ചനയെല്ലാം വിമർശിക്കുന്നതെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇത് പുതിയ രീതിയല്ല. ഇത് ശിവൻകുട്ടിക്ക് പുതിയ രീതിയായിട്ട് തോന്നുന്നുണ്ടാവും. ഞാനെല്ലാം കഴിഞ്ഞ ഞാൻ RSSൻ്റെ ശാഖയിൽ ഞങ്ങളെ ഈ ഗവർണർ പദവിൻ്റെ അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ്. അദ്ദേഹം ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വളർന്ന ആളാണ്. ഭാരതമാതാവിൻ്റെ ചിത്രം വയ്ക്കുന്നതും പൂജിക്കുന്നതും തെറ്റാണെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? പുഷ്പാർച്ചന നടത്തുന്നതും തെറ്റാണെന്ന് എവിടെ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്തെ 16 വിഭജിക്കണം എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ. അതുപോലെ 16 മാപ്പാണ് വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ നിരവധി സ്ഥലങ്ങളിൽ കാശ്മീരിൻ്റെ ഭൂപടം ഇല്ലാത്ത മാപ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കേ. ഇവിടെ എത്രയോ തവണ മാധ്യമങ്ങളിൽ വന്നാണ് വിവാദമായിട്ടുള്ളതാണ്. അഖണ്ഡ ഭാരതം എന്നുള്ളത് അഖണ്ഡ ഭാരത സങ്കല്പം എന്നുള്ളത് ഈ രാജ്യത്തെ RSSൻ്റെ അല്ല, ഈ രാജ്യം ഒന്നായിട്ടുണ്ടായിരുന്നതാണ്. നേരത്തെ പാകിസ്ഥാൻ എപ്പോഴാണ് വിഭജിച്ചത്? അല്ല, പാകിസ്ഥാൻ വിഭജനം, നിങ്ങൾ പാകിസ്ഥാൻ വിഭജനത്തെ അംഗീകരിക്കുന്ന ആളുകളായിരിക്കും. ഞങ്ങൾ പാകിസ്ഥാൻ വിഭജനം അംഗീകരിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും എല്ലാം ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ആളുകളാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രം എന്നുള്ളത്. യാഥാർത്ഥ്യം അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ പാകിസ്ഥാൻ വേറൊരു രാജ്യമാണെന്ന് അംഗീകരിക്കാത്ത ആളുകളല്ലല്ലോ. ഈ രാജ്യത്തെ അംഗീകരിക്കാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ത്രിവർണ്ണ പതാകയെ സ്വന്തം പാർട്ടി ഓഫീസിനകത്ത് 75 വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താത്ത ആളുകളാണ്. അത് നിങ്ങൾ പോയി ചോദിക്കുക എന്തുകൊണ്ടാണ് ഉയർത്തിയില്ല എന്ന്.